ചെങ്കടലിൽ ഹൂത്തി വിമതരുടെ ആക്രമണം ഇപ്പോൾ ശക്തമായി വരികയാണ്. ഒരാഴ്ചക്കിടെ ഇവർ മുക്കിയത് 2 കപ്പലുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ഹൂത്തികൾക്ക് നേരെ ഇപ്പോൾ കണ്ണടക്കുകയാണ് എന്നാണ് ലോകരാജ്യങ്ങളെല്ലാം കരുതുന്നത്. അമേരിക്കയുടെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. സിറിയയെ ശക്തമായി ആക്രമിച്ചിരുന്ന അമേരിക്ക സിറിയയിൽ ഒരു ഭീകരവാദിയെ അതിൻ്റെ തലപ്പത്ത് കയറ്റി ആ ഭീകരവാദിക്ക് അമേരിക്ക തന്നെ തലയ്ക്ക് $1 മില്യൺ വിലയിട്ടിരുന്നതാണ്. ആ ഭീകരവാദിയെ സിറിയയുടെ ഭരണാധികാരിയാക്കി ആ ഭീകരവാദിയുമായി വേദി പങ്കിടുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഹൂത്തികൾക്ക് നേരെയും അമേരിക്ക കണ്ണടക്കുകയാണ്. എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യം അമേരിക്കയ്ക്ക് ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഹൂത്തി വിമതർക്കെതിരെ അമേരിക്ക കണ്ണടക്കുകയാണെങ്കിലും ഇസ്രായേൽ കടുത്ത നടപടിയാണ് ഇവർക്കെതിരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. യമനിലെ ഹൂത്തി വിമതർ ചെങ്കടലിൽ നാശം വിതയ്ക്കുന്നത് തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഹൂത്തികൾ ഒരു ചരക്ക് കപ്പൽ ആക്രമിച്ച് മുക്കിയിരുന്നു. യൂറോപ്യൻ നാവിക ദൗത്യത്തിൻ്റെ കണക്കനുസരിച്ച് ഹൂത്തി ആക്രമണത്തിന് ശേഷം 6 ക്രൂ അംഗങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കുറഞ്ഞത് 3 പേർ മരിച്ചു. ഗ്രീസ് നടത്തുന്ന ലൈബീരിയൻ പതാകയുള്ള എറ്റേണിറ്റി സീയിൽ 25 ക്രൂ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ ചരക്ക് കപ്പൽ ഹൂത്തി വിമതർ ചെറിയ റോക്കറ്റുകളും ചെറു ബോട്ടുകളിൽ നിന്നുള്ള പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ചാണ് ആക്രമിക്കുന്നത്. ആക്രമണത്തിൽ കപ്പലിന് കനത്ത നാശനഷ്ടമുണ്ടായി. ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന കപ്പലിന് നേരെയുള്ള ആക്രമണം മണിക്കൂറുകളോളം നീണ്ടു നിന്നതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ ഏജൻസി അറിയിച്ചു. കപ്പൽ കടലിൽ മുങ്ങുന്നത് കാണിക്കുന്ന വീഡിയോയും ഹൂത്തികൾ പുറത്തുവിട്ടിട്ടുണ്ട്. യമനിലെ US എംബസിയുടെ കണക്കനുസരിച്ച് ഹൂത്തികൾ നിരവധി ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫിലിപ്പീൻസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ 21 ക്രൂ അംഗങ്ങൾ അവരുടെ രാജ്യക്കാരാണ്. ഒരു റഷ്യൻ പൗരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാൽ മുറിച്ചു മാറ്റി. ഒരാഴ്ചയ്ക്കുള്ളിൽ ചെങ്കടലിൽ ഹൂത്തി വിമതർ ഒരു കപ്പലിന് നേരെ നടത്തുന്ന 2ാമത്തെ ആക്രമണമാണിത്. നേരത്തെ ലൈബീരിയൻ പതാകയുള്ളതും ഗ്രീക്ക് പ്രവർത്തിപ്പിക്കുന്നതുമായ ചരക്ക് കപ്പലായിട്ടുള്ള മാജിക് സീസിനെ മിസൈലുകളും ഡ്രോണുകളും ആക്രമിച്ച് ഇവർ മുക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഹൂത്തി വിമതരുടെ ഈ ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ ശരിക്കും ഗുരുതരമായി തന്നെ കാണുകയാണ്. ഉടനെ തന്നെ ഇവർക്ക് നേരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.